ദൈവമേ കൈത്തോഴാം കേൾക്കുമാറാകണം. നമസ്തേ. അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ ശ്രീ കുഞ്ഞുമോൻ എന്ന എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തിനെ പറ്റിയുള്ള, അല്ലെങ്കിൽ ആ സുഹൃത്തും ഞാനും ചേർന്നുള്ള ചില കഥകളാണ് സ്കൂൾ കാലഘട്ടങ്ങളിൽ ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. അതിൻ്റെ രണ്ടാം പാർട്ടാണിത്. ഇതിൽ ഞാൻ പല പേരുകളും പരാമർശിച്ചിട്ടുണ്ട്, ആ കഥയുമായി ബന്ധപ്പെട്ടവ. അതല്ലാത്തത് ഞാൻ പരാമർശിക്കുന്നില്ല. ചില പേര് അല്ലെങ്കിൽ ചില കൂട്ടുകാരുടെ പേരുകൾ അവർക്ക് ദോഷകരമാകും എന്നുള്ള ആയതുകൊണ്ട് ഞാൻ വേറെ പേരിലാണ് ആ കഥാസന്ദർഭം പറയുന്നത്. പക്ഷേ കഥകൾ മൊത്തം 100% സത്യസന്ധവും എനിക്ക് ബോധ്യമുള്ളതുമാണ്. ഈ കഥയുടെ രണ്ടാം പാർട്ട് കാണുക. 5ാം ക്ലാസ്സിൽ നടന്ന വേറൊരു സംഭവം കൂടെ പറയാം. അന്ന് ആദ്യമായി ഒരു സാറ് ക്ലാസ്സിൽ വരികയാണ്. ഇപ്പോഴും കുഞ്ഞുമോൻ എവിടെ നിന്നൊക്കെയോ പോയി ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ഇരട്ടപ്പേര് കോനായിരുന്നാണ്. അന്ന് ഈ സ്കൂളുകളിലെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ കാലഘട്ടത്തിൽ പഠിച്ചവർക്കെല്ലാം അറിയാം, സാറന്മാർക്കെല്ലാം ഒരു ഇരട്ടപ്പേരുണ്ടാവും. അതല്ലെങ്കിൽ എന്താണ് ചെല്ലപ്പേരോ എന്താണ് പറയുന്നത്, ഇരട്ടപ്പേര് ഉണ്ടാവും. അപ്പം ഇദ്ദേഹത്തിൻ്റെ പേര് കോനായിരുന്നാണ്. അപ്പം ഞങ്ങൾ അത് ഡിസ്കസ് ചെയ്ത് കുറേ കൂട്ടുകാരോട് ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലായി കോൻ എന്നുള്ളതിൻ്റെ അർത്ഥമാണ് ആര് എന്നുള്ളത്. കോൻ എന്നുള്ള ഹിന്ദി പദത്തിൻ്റെ, ഇദ്ദേഹം ഹിന്ദി സാറാണ്. അപ്പം കുഞ്ഞുമോൻ പറഞ്ഞു നമുക്ക് ഇദ്ദേഹം വരുമ്പം ബാക്കിൽ ഇരുന്നുകൊണ്ട് കോനാരേന്ന് വിളിക്കുക. എന്നാൽ ഞാൻ പറഞ്ഞു പറ്റത്തില്ല, കാരണം ഇദ്ദേഹം അടി തരും ഉറപ്പാണ്. തന്നെയല്ല നമ്മൾ കേട്ടു ഇദ്ദേഹത്തിൻ്റെ ഇത്രയും നീളമുള്ള ഒരു ചൂരിലുണ്ടാവും, അത് വെച്ച് അടിക്കും. ശരി, അപ്പം നിനക്കൊന്നും ധൈര്യമില്ല, ഞാനൊരു കാര്യം ചെയ്യാം, നമ്മൾ പരിചയപ്പെട്ട് വരുമല്ലോ. അപ്പോഴും ഞാൻ എണ്ണിച്ചു നിന്ന് കോനിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുക. ഞാൻ പറഞ്ഞാൽ ചുമ്മാതെ അടി കൊണ്ട് എന്തിനാ വേറെ പണി നോക്ക്. ഇല്ലില്ല നിനക്ക് ധൈര്യമില്ല, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ സാറ് വന്നു. സാറ് ഒരു 5-5.5 അടി നീളമുള്ളൊരു സാറാണ്. നല്ല പ്രായമുണ്ട്, കയ്യിൽ ചൂരലും ഉണ്ട്. എല്ലാവരെയും പേരൊക്കെ ചോദിച്ചു. ഞാൻ ഹിന്ദി സാറാണ്. ഇങ്ങനെ ഹിന്ദി ലെറ്റേഴ്സൊക്കെ ഇങ്ങനെ ഓരോന്ന് എഴുതിയാണ്. അപ്പം കുഞ്ഞുമോൻ എണീറ്റു. എന്താടാ സാർ, ഈ കോനിൻ്റെ അർത്ഥം എന്താ? പിടിച്ച ഒരു 4-5 അടി ബാക്കിൽ. പക്ഷെ അന്ന് പഠിക്കാൻ ഞങ്ങൾ വളരെ മിടുക്കരായിരുന്നു കേട്ടോ. കാര്യം ഞാനും ആകെ ഈ ഓരോ എക്സാമിനേഷൻ കഴിയുമ്പോഴും ടീച്ചേഴ്സ് വന്നിട്ട് ഓൾ പാസ് ആരൊക്കെയാണ് ചോദിക്കുമ്പോൾ ഞാനും കുഞ്ഞുമോനും പിന്നെ ഒരു സാറിൻ്റെ മകനുണ്ടാവും. അത് ഇഞ്ഞ് SSLC വരെ ഉണ്ടായിരുന്നു. അരുൺ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഇപ്പം ഈ ഇടയ്ക്ക് അരുണിനെ കണ്ടപ്പോൾ അരുൺ പറഞ്ഞു ഈ സാറ് ടീച്ചേഴ്സിൻ്റെ മക്കൾ ഒരിക്കലും അവരെ സ്കൂളിൽ പഠിക്കാത്തതാണ്ടത്. അപ്പം ഞാൻ ചോദിച്ചു എന്താ അത്? കാര്യം ഞങ്ങൾ എത്ര പഠിച്ചാലും സാറിൻ്റെ മക്കളായതുകൊണ്ടാണ് അതിൻ്റെ ക്രെഡിറ്റ് കിട്ടുന്നതെന്ന് ആൾക്കാർ പറയും. സത്യമാണ്. എന്തായാലും ശരി, 1 അരുൺ റാങ്ക് എടുക്കുന്നു, 2-3 റാങ്ക് ഞാനും കുഞ്ഞുമോനുമായിരുന്നു. 1 2 അവൻ 3 ഞാൻ, അല്ലെങ്കിൽ 3 കുഞ്ഞുമോൻ 2 ഞാൻ. അങ്ങനെ അതായിരുന്നു SSLC വരെ. SSLC 9ാം ക്ലാസ് വരെ. എന്തായാലും ശരി, പഠിക്കാനും ഞങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ല. ഇപ്പോഴും ഇവർ ഞങ്ങളുടെ ഒരു ശത്രു കാറ്റഗറിയിലേക്കാണ് ഞങ്ങൾ മാറ്റി നിർത്തുന്നത്. കാര്യം നമ്മൾ എത്ര പഠിച്ചാലും അവർക്കായിരിക്കും ഫസ്റ്റ് കിട്ടുന്നത്. അങ്ങനെ ഒരിക്കൽ ഒരു ക്വിസ് പ്രോഗ്രാം ടീച്ചേഴ്സ് കോർഡിനേറ്റ് ചെയ്തു. 2 സൈഡ്, ക്ലാസ്സിൻ്റെ ഒരു സൈഡ്, ഇപ്പുറത്തെ സൈഡ്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൻ്റെ നേതാവ് ഈ അരുണാണ്. ഇവിടെ ഞങ്ങളാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ രാവിലത്തെ ആ ക്വിസ് പ്രോഗ്രാമിൽ അവർ ജയിച്ചു. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഈ അരുണിൻ്റെ കയ്യിൽ ക്വസ്റ്റ്യൻ എവിടെ നിന്നൊക്കെയോ ഇയാൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ പിടിക്കാമെന്ന് ആലോചിച്ചു. അപ്പം ഞങ്ങൾ രണ്ടും കൂടെ പ്ലാൻ ചെയ്ത് ഈ അരുണ് നടന്നു വരുന്ന വഴിയിൽ ഒളിച്ചു നിന്ന് അരുണിനെ അറ്റാക്ക് ചെയ്തു. അരുണ് ഭീകരനായിരുന്നു. ഈ കൈയിരുന്ന ക്വസ്റ്റ്യൻ ചുരുട്ടി വായിലിട്ട് ചവച്ച് കളഞ്ഞു. അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞിട്ട് വൈകുന്നേരങ്ങളിൽ ആൽഫ ട്യൂട്ടോറിയൽ ട്യൂഷന് പോകാറുണ്ട്. അപ്പോൾ ഈ വെക്കേഷൻ ടൈമിലൊക്കെ ആൽഫ ട്യൂട്ടോറിയൽ ഞങ്ങൾ ട്യൂഷന് പോകുന്നത് തന്നെ അവിടെ ഹരിസാറിൻ്റെ ഗ്രാമർ ആയിരിക്കും വെക്കേഷന് പഠിപ്പിക്കുക. അപ്പോൾ 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ക്ലാസ് നിർത്തും. പിന്നെ കുറേ അന്ന് ക്രിക്കറ്റ് കളിയൊക്കെ വളരെ ഒരു ഇതായിട്ട് നിൽക്കുന്ന സമയം. ക്രിക്കറ്റ് കളി അവിടെ TV ഉണ്ട്. ചില വീട്ടുകളിൽ പോയി രാമായണം മഹാഭാരതം ഒക്കെ കാണും. പിന്നീട് ഞങ്ങൾ ചെയ്യുന്നത് നേരെ ശിവറാം ഗ്രൗണ്ടിൽ പോകും. ഗ്രൗണ്ടിൽ പോയിട്ട് ഏകദേശം ഒരു മിനിമം 4 മണിക്കൂറെങ്കിലും നിന്ന് ഫുട്ബോൾ കളിക്കും. ഫുട്ബോൾ കളിയിൽ ഞാനും കുഞ്ഞുമോനും എപ്പോഴും ഒരേ ടീമിലായിരിക്കും. ഞങ്ങൾ പല തരത്തിൽ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഞങ്ങൾ 2 ഗ്യാങ് ആവുന്നതിൻ്റെ ക്ലാസ് തന്നെ 2 ഗ്യാങ് ആവുമായിരുന്നു. ഞങ്ങളെ 2 പേരെയും പക്ഷത്ത് നിന്ന്.
പിന്നെ ഞങ്ങൾ യോജിക്കും, പല കാര്യങ്ങളും യോജിക്കും. എന്തായാലും ശരി, എൻ്റെ തൊട്ടടുത്ത് ഞങ്ങൾ ഒരേ ബെഞ്ചിൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഒരേ ബെഞ്ചിൽ ഇരുന്നായിരുന്നു പഠിക്കുന്നത്. ഇനി ഈ ബെഞ്ചിനൊരു പ്രത്യേകതയുണ്ട്. ഈ ബെഞ്ചും ഡെസ്കും, പ്രത്യേകിച്ച് ഡെസ്ക് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഈ ഡെസ്ക് തന്നെയായിരുന്നു ഞങ്ങൾ യൂസ് ചെയ്തത്. അതിൽ കുഞ്ഞുമോൻ കോമ്പസ് കൊണ്ട് രാജ്കുമാർ ആൻഡ് കുഞ്ഞുമോൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഏതോ ഒരു ക്ലാസ്സിൽ ഞങ്ങൾ നെക്സ്റ്റ് ഇയർ പാസ്സായി ചെന്നപ്പോഴത്തേക്ക് ഈ ഡെസ്ക് എടുക്കാൻ മറന്നുപോയി. സാധാരണ ഞങ്ങൾ എക്സാമിനേഷൻ കഴിഞ്ഞിട്ടൊക്കെ ഈ ഡെസ്ക് എടുത്ത് അവിടെ കൊണ്ടിടും. അപ്പോഴും ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ആ ക്ലാസ്സിൽ ആളായിപ്പോയി, സ്റ്റുഡൻസ് ആയിപ്പോയി. അവർ ഡെസ്ക് തന്നില്ല. അവസാനം ഞങ്ങൾ അവരെയൊക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ടാണ് ഈ ഡെസ്ക് കൊണ്ടുപോകുന്നത്. പിന്നീട് ഉള്ള ഒരു ഓർമ്മ, അച്ഛൻ്റെയും അമ്മയുടെയും കൈപിടിച്ചിട്ടാണ് സിനിമയൊക്കെ കാണാൻ പോയിരുന്ന ഒരു കാലഘട്ടത്തിൽ. എല്ലാവരും അങ്ങനെ തന്നെ. പക്ഷേ 7ാം സ്റ്റാൻഡേർഡ്, 6ഓ 7ഓ സ്റ്റാൻഡേർഡിലാണ് ഞങ്ങൾ തീരുമാനിക്കുന്നു സിനിമയ്ക്ക് പോകാം. അപ്പോൾ ആദ്യമായി ഞാൻ സിനിമയ്ക്ക് പോയത് കുഞ്ഞുമോനുമായിട്ടല്ല, നിസാം എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തുമായിട്ടായിരുന്നു. അത് വേറൊരു ഇൻസിഡൻ്റ് ആണ്. അപ്പം ഞാനിങ്ങനെ സിനിമയ്ക്ക് പോയി എന്നറിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞുമോൻ പറഞ്ഞു, അത് കുഞ്ഞുമോന് ചെറിയ പിണക്കമായി. പിന്നെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അവിടെ സാരഥി തിയേറ്ററിൽ പോയി സിനിമ കാണും, ഒറ്റയ്ക്ക്. അതും നിക്കറും ട്രൗസറൊക്കെ ഇട്ടുകൊണ്ടാണല്ലോ അന്ന് സ്കൂളിൽ പോകുന്നത്. ഈ വേഷത്തിലായിരിക്കും പോയി സിനിമ കാണുന്നത്. സൈക്കിള് മേടിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നെ സൈക്കിളിലാണ് ഞങ്ങളുടെ കറക്കം. അവിടെ നമ്മുടെ കരിക്കോട്, പേരൂർ അമ്പലം, കക്കളത്തുകാവ്, കുറ്റിച്ചിറ തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങളിങ്ങനെ സാറ്റർഡേ സൺഡേ കറങ്ങി നടക്കും. ാണ് നിർണായകമായ ലൈഫിലെ ഏറ്റവും നിർണായകമായ ചില തീരുമാനങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ചെത്തുന്നത്. കാരണം കുഞ്ഞുമോനാണ് എനിക്ക് സത്യം പറഞ്ഞ ഈ പരിവാർ പ്രസ്ഥാനങ്ങൾ, സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലേക്കുള്ള ഒരു എൻട്രി തരുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു 8ാം ക്ലാസ്, 7ാം ക്ലാസ്, 8ാം ക്ലാസ് മുതൽ ABVP പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് സാധാരണഗതിയിൽ സമരങ്ങളൊക്കെ വിളിച്ച് പോവുക, പക്ഷെ ടീച്ചേഴ്സ് കാണാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ചില പരിപാടികൾ. അന്ന് സുനിലാർ എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്. അദ്ദേഹമാണ് ഈ പാർട്ടിയുടെ അവിടുത്തെ ഒരു മുൻനിര യോദ്ധാവ്. അപ്പോൾ സുനിലാർ എവിടുന്നെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ കളക്ട് ചെയ്തുകൊണ്ട് വരും. ഇന്ന് കണ്ണൂർ ഒരാളെ ഇങ്ങനെ അടിച്ചു, അപ്പോൾ അതുകൊണ്ട് ഇന്ന് സമരമാണ്. അപ്പോൾ ഞാനോ കുഞ്ഞുമോനാണ് ഇതിൻ്റെ ഈ പിന്നെ എഴുതി കൊടുക്കുന്നത്. പ്രിൻസിപ്പാളിന് കൊടുക്കാനുള്ള ഒരു മെമ്മോറാണ്ടം എഴുതി കൊടുക്കും. അത് കൊണ്ടുപോയി കൊടുക്കുന്നു, സമരം വിളിക്കുന്നു, ക്ലാസ് വിടുന്നു, അടുത്ത സ്കൂളിൽ പോകുന്നു, അവിടെ പോയി സമരം വിളിക്കുന്നു, അവിടെയും ക്ലാസ് വിടുന്നു. പിന്നെ ഇങ്ങനെ കറങ്ങി നടക്കും, സിനിമയൊക്കെ കണ്ട് കിടക്കും. ഇതായിരുന്നു ആ ഒരു കാലഘട്ടത്തെ വേറൊരു വിശേഷം. അന്ന് ഞാൻ ഫ്രണ്ടിൽ ഇരിക്കുന്നു, കുഞ്ഞുമോൻ, അതിനപ്പുറം സിയാദ്, ഇങ്ങനെ ഓരോരുത്തർ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. അപ്പോൾ MLA എന്ന് വിളിക്കുന്ന ഒരു സാറുണ്ട്. പുള്ളിയും നല്ല പ്രായം ഉള്ളൊരു സാറാണ്. അദ്ദേഹം പഠിപ്പിക്കാനൊക്കെ വളരെ മോശമാണ്. സംഭവം കുഞ്ഞുമോൻ ഇറങ്ങി, സിയാദും ഇറങ്ങി. അപ്പം എൻ്റെ പറഞ്ഞു പോയി ഒരു ചൂരലെടുത്തുകൊണ്ട് വരാൻ. കൃത്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധയുണ്ടാകേണം, സത്യം പറഞ്ഞിടാൻ ശക്തിയുണ്ടാകേണം. ദൈവമേ കൈത്തോഴാം കേൾക്കുമാറാകേണം, പാവമാമിൻ